വർഷം 2015 മെയ് മാസം. നെക്സ്റ്റ് മന്ത് ഫൈനൽ ഇയർ എക്സാം ആണ്. അതിനിടയിൽ സ്റ്റഡി ലീവിലായിരുന്ന ഫ്രണ്ട്സ് എല്ലാം ഒരു നോഡിയോ ആവശ്യത്തിന് വേണ്ടി കോളേജിലേക്ക് വന്നു. അപ്പൊ കുറച്ച് ദിവസങ്ങളായി പരസ്പരം കാണാതിരുന്ന ഫ്രണ്ട്സ് ഒക്കെ കോളേജ് ലൈബ്രറിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നിവിൻ പോളിയുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, നാട്ടിൽ ഭയങ്കര ഹിറ്റ് ആണെന്നാണ് പറയുന്നതെന്ന്. അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു, ആണോ, എന്നാ നമുക്ക് പോയി കണ്ടേക്കാം. അപ്പൊ തിരിച്ചൊരു മറുപടി വന്നു, നീ വേഗം ചെല്ല്, ഇപ്പൊ കിട്ടും ടിക്കറ്റ് എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെയെന്ന്. അപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഗേള്, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആളുടെ ഫോണിന്റെ സ്ക്രീൻ എനിക്ക് നേരെ നീട്ടി. നോക്കുമ്പോൾ അതിൽ കട്ട താടി വെച്ച നിവിൻ പോളിയുടെ ഒരു ഫോട്ടോ ആണ് വാൾപേപ്പർ. അപ്പൊ തന്നെ ഞാൻ, ഇതൊക്കെ എപ്പോ എന്നായി ചോദ്യം. അപ്പൊ നീ ഇവിടെ നടക്കുന്നതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വീണ്ടും ഒരു മറുപടി. അങ്ങനെ ഒടുക്കം അന്ന് രാത്രി തന്നെ വിട്ടു. ബാംഗ്ലൂർ ശിവാജി നഗറിലെ ഒരു സംഗീത് തിയേറ്റർ ഉണ്ട്. കാര്യം ഒരു തല്ലിപ്പൊളി തിയേറ്റർ ആണെങ്കിലും മലയാളം പടങ്ങളാണ് മിക്കപ്പോഴും അവിടെ വരാറ്. അവിടെ എത്തിയപ്പോൾ തലശ്ശേരി ലിബർട്ടിയുടെ മുന്നിൽ പോയി നിന്ന അതേ ഫീല്, മൊത്തം ആൾക്കാർ. എനിവേസ് സംഭവ ടിക്കറ്റ് കിട്ടി, അകത്ത് കയറി. സിനിമ തുടങ്ങി ഒരു സൈക്കിൾ ഓടിച്ചുകൊണ്ട് വരുന്നതായിരുന്നു നിവിൻ പോളിയുടെ ഇൻട്രോ. അതിന് വൻ കയ്യടി. അപ്പൊ ഞാൻ ചിന്തിച്ചു, അല്ലടാ ഇപ്പൊ കയ്യടിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായതെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ചപ്പോ മനസ്സിലായി, നാട്ടിൽ ഈ പടം കയറി കൊളുത്തി എന്ന് എല്ലാവർക്കും അറിയാം. സോ ആഘോഷിക്കണം എന്ന് തന്നെ കരുതി കയറിയ ടീംസ് ആണ് കൈയടിക്കുന്നത്. അങ്ങനെ പടം കുറച്ച് പാട്ടും പരിപാടിയൊക്കെ മുന്നോട്ട് പോയി. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പരീക്ഷയിൽ തോറ്റ കാര്യം നായകനും കൂട്ടുകാരും ഡിസ്കസ് ചെയ്യുന്ന ഒരു സീൻ. ആ സീനിന്റെ അവസാനം മെല്ലനെ ബ്ലാക്ക് ഔട്ട് ആവുന്നു. ശേഷം ഒരു കലണ്ടർ മാറി അത് 2005 എത്തിയതായി കാണിക്കുന്നു. കാര്യം അപ്പോഴും മൊത്തം ഇരുട്ടാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ മമ്മൂക്കയുടെ രാജമാണിക്യത്തിൽ ഒരു ഫേമസ് ഡയലോഗ് കേൾക്കാം. ഡയലോഗ് തീരുമ്പോഴേക്ക് നായകനും സംഘവും എന്തോ ഒരു സംഭവത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഇനി പറയണ്ടല്ലോ. ഈ പടത്തിന് ശേഷവും സൂപ്പർ ഹിറ്റും മെഗാ ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററും ഒക്കെ ഒരുപാട് സിനിമകൾ വേറെയും ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഐ സോ എ റിയൽ ട്രെൻഡ് സെറ്റർ. കറുത്ത ഷർട്ടും വെള്ളമുണ്ടും താടിയും റൈവാനും ആ ലുക്ക് ഒരു വൈൽഡ് ഫയർ ആയിരുന്നു അന്ന്. എനിവേസ്, ഞാൻ എങ്ങനെയിരിക്കുന്നു, എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ 100% തൃപ്തനാണ്. എന്നാൽ ലൈഫിൽ ഒരൊറ്റ തവണയെ എന്റെ ശരീരത്തിലേക്ക് നോക്കി ഇതെനിക്ക് ഇല്ലാതെ പോയല്ലോ എന്നാലോചിച്ച് വിഷമിച്ചിട്ടുള്ളൂ. ആ ഇല്ലാതെ പോയത് ഒരു കട്ട താടിയായിരുന്നു. അങ്ങനെ ഒരു കോംപ്ലക്സ് തോന്നിപ്പിച്ചത് ഈ സിനിമയും. ബട്ട് ദോസ് വർ ദ ഡേയ്സ് മാൻ. ആൻഡ് ദിസ് മാൻ നിവിൻ പോളി വാസ് അൺസ്റ്റോപ്പബിൾ ദാറ്റ് ടൈം.